യസ്യ ജ്ഞാനമിദം വിശ്വം ന ദൃശ്യം ഭിന്നഭേദതഃ സദൈകരൂപരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് അപവാദ ദർശനത്തിൻ്റെ 8-ാം ശ്ലോകമാണ് നാം പഠിക്കുന്നത്. ഏഴാം ശ്ലോകത്തിലൂടെ ഓരോന്നായി അവയവം വേർതിരിച്ചു നോക്കിയാൽ ഇവിടെ ബോധവസ്തുവല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് മനനം ചെയ്തു. നമുക്കറിയാം, അപവാദ പ്രക്രിയ തന്നെ അധ്യാരോപം ചെയ്തതിൻ്റെ അഴിച്ചുമാറ്റലാണ്. അതിലൂടെ യഥാർത്ഥമായ വസ്തുബോധത്തിൽ എത്തുക എന്നുള്ളതാണല്ലോ. ഇക്കാണുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് ബോധം സദ്ഘനമായി ഉണ്ടായിരുന്നു. അതായത് സ്വയം ഉണ്മ അനുഭവിച്ചുകൊണ്ട് വർത്തിച്ചിരുന്നു. പ്രപഞ്ചാനുഭവം ഉള്ളപ്പോഴും ഒരേ വസ്തുബോധം, അതായത് ഉണ്മ മാത്രമാണുള്ളത്. ഇനി പ്രപഞ്ചാനുഭവം മാറിയാലും അതേ ബോധവസ്തു തന്നെ സ്വയം പ്രകാശിച്ചു തെളിഞ്ഞ് വിളങ്ങുന്നു. അപ്പോൾ ത്രികാലങ്ങളിലും ഉള്ളത് ബോധവസ്തു മാത്രമാണെന്ന് സത്യദർശിക്ക് തെളിയുന്നു. ഈ ഒരു സത്യമാണ് ഗുരു നമുക്ക് 8-ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. 8-ാം ശ്ലോകം വളരെ ശ്രദ്ധയോടെ ഗാനം ചെയ്യേണ്ടതാണ്. ചിദേവ നാന്യഥാ ഭാതി ചിദപരമദോ നഹി യച്ഛ നാഭാതി തദസദ് യദ്യസത്തന്ന ഭാതി ച. ഇതിൻ്റെ പദച്ഛേദവും പദാനുപദ അർത്ഥവും ആശയവും നമുക്ക് ഒന്ന് ചിന്ത ചെയ്യാം. ഓരോ പദങ്ങളും വളരെ ശ്രദ്ധയോടെ പദച്ഛേദം നടത്തേണ്ട ഒരു ശ്ലോകമാണിത്. നമുക്ക് ആലപിക്കുമ്പോൾ ധാരാളം തെറ്റുകൾ വരാൻ സാധ്യതയുമുള്ള ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് ഒരു അക്ഷരം മാറിപ്പോയാൽ തന്നെ അതിൻ്റെ ആശയം അങ്ങനെ തന്നെ മാറുന്ന തരത്തിലുള്ള ഒരു ഘടനയാണ് ഈ ശ്ലോകത്തിലുള്ളത്. വളരെ ശ്രദ്ധിക്കുക. ചിദേവ, ചിത് പ്ലസ് ഏവ, ചിദേവ. നാന്യദാഭാതി, ന അന്യത് ആഭാതി. 3 പദങ്ങൾ. നാന്യദാഭാതി, ന അന്യത് ആഭാതി. അടുത്തത് ചിദപരമദോനഹി. ചിദഃ പരം അതഃ നഹി. ചിദഃ പരം അതഃ നഹി. 3-ാമത്തെ വരി യച്ഛ നാഭാതി തദസദ്യദസത്തന്ന ഭാതി ച. യച്ഛ, യത് പ്ലസ് ച. യത് പ്ലസ് ച ചേരുമ്പോൾ യച്ഛ. നാഭാതി, ന പ്ലസ് ആഭാതി. ശ്രദ്ധിക്കണം, ന പ്ലസ് ഭാതി അല്ല, ന പ്ലസ് ആഭാതി. ദീർഘമുണ്ട് അവിടെ. നാഭാതി. തദസദ്യദസത്തന്ന. അത് വളരെ സിമ്പിളാണ്. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും ചിന്തിക്കരുത്. വളരെ എളുപ്പമാണെന്ന് കരുതി തന്നെ അത് പിരിച്ചുകൊള്ളുക. നോക്കൂ, തദസത്ത്, തത് പ്ലസ് അസത്ത്. അത് പറയാണ് യത് അസത്ത് തത് ന. തത് അസത്ത്, യത് അസത്ത്, തത് ന. കൈകൊണ്ട് എണ്ണി 6 പദങ്ങളോടെ പറയുക. ഓഡിയോ കേട്ട് എഴുതി വെച്ചിട്ട് അത് ഉച്ചരിച്ച് പഠിക്കുക. കണ്ട, തദസദ്യദസത്തന്ന, തത് അസത്ത്. എന്ത് പറയാണ്? യത് അസത്ത്, തത് ന. അങ്ങനെയാണ് അതിൻ്റെ പദച്ഛേദം. തത് ന ഭാതി ച. ഒന്നും കൂടെ കൂടുതൽ വിവരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓഡിയോ ഇട്ടതിന് ശേഷം
സംശയം ചോദിച്ചാൽ സംശയം പറയുകയാണെങ്കിൽ വീണ്ടും അത് ഉച്ചരിച്ച് തരുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പദം ആ മൂന്നാമത്തെ വരിയിലെ ആ ലാസ്റ്റത്തെ വാക്ക് പിരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് സംശയം വരാം. അത് തെറ്റരുത്. തത് അസത്ത് യത് അസത്ത് തത് ന ഭാതി ച. ഇനി നമ്മൾ കൃതി പഠിക്കുമ്പോൾ നമുക്കിത് ക്ലിയർ ആവും. ഇനി നമുക്കതിൻ്റെ ഓരോ പദങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നോക്കാം. നോക്കൂ. ചിത് ഏവ ആഭാതി. ചിത്ത് മാത്രമാണ് സർവവുമായി പ്രകടഭാവം കൈക്കൊണ്ടിരിക്കുന്നത്. ചിത്ത് മാത്രമാണ് സർവവുമായി ഇവിടെ പ്രകടഭാവം, ബോധം മാത്രമാണ് സർവത്ര ഉണ്മ അനുഭവിച്ചുകൊണ്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത് എന്നർത്ഥം. ചിത്ത് ഏവ ആഭാതി. ബോധം മാത്രമാണ്. ചിത്ത് ഏവ എന്ന് പറഞ്ഞാൽ ബോധം മാത്രമാണ്. ആഭാതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഉണ്മയായി അനുഭവിച്ച് സ്വയം അനുഭവിച്ചുകൊണ്ട് പ്രകാശിച്ചു നിൽക്കുന്നത് ആഭാതി. അന്യത് ന, മറ്റൊന്നുമല്ല. ഇവിടെ പ്രകാശമാനമായിരിക്കുന്നത് ചിത്ത് മാത്രമാണ്, മറ്റൊന്നുമല്ല. മറ്റൊന്നും അങ്ങനെ സ്വയം പ്രകാശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അധഹ ചിദപ്പരം നഹി. അധഹ, അതുകൊണ്ട്, അത് കാരണമായിട്ട്, ചിദപ്പരം, ചിദപ്പരം, ചിദഹ, ചിദഹ എന്ന വാക്ക് ബോധത്തിൽ നിന്നും, ചിത്തിൽ നിന്നും, പരഹ അന്യമായത്, നഹി ഇല്ല തന്നെ. ചിദപ്പരം അധഹ ചിദപ്പരം നഹി. അതുകൊണ്ട് ചിത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നും തന്നെ ഇല്ല, മറ്റൊന്നും തന്നെ ഇല്ല. ഇനി യത് ച ന ആഭാതി. യത് ച യാതൊന്നാണോ ന ആഭാതി സ്വയം പ്രകാശിക്കാത്തത്, തത് അസത്ത് അത് ഇല്ലാത്തതാണ്. യത് ച ന ആഭാതി തത് അസത്ത്. യാതൊന്നാണോ പ്രകാശിക്കാത്തത്, തത് അസത്ത് അത് അസത്താണ്. ഇനിയോ യത് അസത്ത്, യാതൊന്നാണോ അസത്തായിരിക്കുന്നത്, ഇല്ലാത്തത് അഥവാ ജഡമായത്, തത് ന ഭാതി ച അത് പ്രകാശിക്കുന്നുമില്ല. യത് അസത്ത്, യാതൊന്നാണോ ഇല്ലാത്തത്, തത് ന ഭാതി ച അത് ഭാനം ചെയ്യുന്നു, പ്രകാശിക്കുന്നുമില്ല എന്നർത്ഥം. ഓരോ പദങ്ങളുടെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായി നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഓരോ ശ്ലോകവും നമ്മളെ സത്യത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ഗുരു. ഇവിടെ ഇതിന്റെ സാരം പറയുമ്പോൾ ബോധവസ്തുവാണ് ഉണ്മയോടെ പ്രകാശിച്ചു നിൽക്കുന്നത്. ചിത്ത് മാത്രമാണ് ഉണ്മയോടെ പ്രകാശിച്ചു നിൽക്കുന്നത്. മറ്റൊന്നും അങ്ങനെ കാണുന്നില്ല, അങ്ങനെ പ്രകാശിക്കുന്നില്ല. അതിനാൽ ബോധവസ്തുവിൽ നിന്നും അന്യമായി മറ്റൊന്നുമില്ല, അത്രയേ ഇവിടെ പറയുന്നുള്ളൂ. ബോധവസ്തുവാണ് എല്ലാം, സർവം കൽവിദം ബ്രഹ്മ, അതിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുമില്ല എന്ന് ഗുരു പറയുകയാണ്. നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കിടക്കാം. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം പഠിക്കാൻ. വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും വിചാരിക്കരുത്. ഗുരുവിനെ നന്നായി മനസ്സിൽ അങ്ങ് സങ്കല്പിച്ചുകൊണ്ട് പഠിക്കുക. ഗുരു മനുഷ്യ സമൂഹത്തിന് എഴുതി തന്നിരിക്കുന്ന ഈ അതിശ്രേഷ്ഠമായ കൃതി പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്ലേശങ്ങളൊന്നും വിചാരിക്കരുത്. ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക, പഠിക്കുക. നോക്കൂ, ഇതിൻ്റെ കൃതി വിവരണം നമുക്കറിയാം. പ്രകാശിക്കുന്നതെല്ലാം സത്തല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ പഠിച്ചതാണ്. സത്തല്ലാത്തത് പ്രകാശിക്കുകയുമില്ല. ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യാതെ നിലനിൽക്കുന്ന വസ്തു ഏതാണോ അതാണ് സത്ത്. ത്രികാലങ്ങളിലും സത്യമായിരിക്കുന്നത് സത്ത്. അതായത് തന്നെയും മറ്റുള്ളവരെയും ഒരുപോലെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏതാണോ അതാണ് ചിത്ത് എന്ന് പറയുന്നത്. തന്നെയും മറ്റുള്ളവരെയും ഒരുപോലെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്ത് പറയാ, ചിത്ത് എന്ന് പറയാ. സത്ത് തന്നെ ചിത്ത്. അതായത് നമ്മിൽ നിൽക്കുന്ന ഏതാണോ, നമ്മയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏതാണോ
അത് തന്നെയാണ് സത്ത്. അതായത് നമ്മിൽ ജീവരൂപേണ നമ്മളെയും നമ്മുടെ അകത്തും പുറത്തുമുള്ള മറ്റ് ഘടകങ്ങളെയും അവതരിപ്പിച്ചിട്ട് അറിവാക്കി തരുന്നു. അതാണ് ജ്ഞാനസ്വരൂപം. ആത്മാവിന്റെ ജ്ഞാനസ്വരൂപത എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ അകത്തും പുറത്തുമുള്ള മറ്റു ഘടകങ്ങളെയൊക്കെ അവതരിപ്പിച്ച് നമ്മളെയും എല്ലാം അവതരിപ്പിച്ച് അറിവാക്കി തരുന്നു, അറിവേ സ്വരൂപമാക്കി തരുന്നു. അതാണ് ജ്ഞാനസ്വരൂപാവസ്ഥ എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചം ബോധത്തിന്റെയും ജഡത്തിന്റെയും സങ്കലനമാണ്. ഇതെല്ലാം പലവട്ടം പറഞ്ഞ് നിങ്ങൾ കേട്ട് പോയിട്ടുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. ബോധവും ജഡവിന്റെയും കൂട്ടിക്കലർപ്പാണ് ഈ പ്രപഞ്ചം എന്ന് ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. ബോധത്തിന് സ്വയം പ്രകാശിക്കാൻ കഴിവുള്ളതാണ്. ഉണ്മ അനുഭവിക്കാനാകും. ജഡത്തിന് ഉണ്മ അനുഭവവിഷയമാകുന്നില്ല. കാരണം അത് മറ്റൊന്നിനാൽ പ്രകാശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ബോധത്തിൽ നിന്ന് ബോധവും ജഡത്തിൽ നിന്ന് ജഡവുമേ ഉണ്ടാകൂ എന്നർത്ഥം. ഈ കാണുന്ന പ്രപഞ്ചം ബോധത്തിൻ്റെതാണ്. അതിൻ്റെ ഒരു തൽക്കാല അനുഭവം മാത്രമാണ് ഈ പ്രപഞ്ചം. ഈ അനുഭവം, പ്രപഞ്ചാനുഭവം, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചാനുഭവം ആരംഭിക്കുന്നതിന് മുൻപും അനുഭവം തുടങ്ങിക്കഴിഞ്ഞും ഇനിയിപ്പോൾ അനുഭവം മാറിയാലും ബോധം ശുദ്ധമായ സ്വരൂപാനുഭവത്തോടു കൂടി ബാക്കി നിൽക്കും. ഇതൊക്കെ നമ്മൾ ഗദ്യപ്രാർത്ഥനയിൽ പഠിക്കുന്നതാണ്. സർവം ഖൽവിദം ബ്രഹ്മ, അതാണ് ഉറപ്പിച്ച് പഠിക്കേണ്ടത്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മചൈതന്യമാണ് എന്നർത്ഥം. പ്രപഞ്ചമില്ലാതെ ബോധത്തിന് നിലനിൽക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ബോധത്തിനിവിടെ സദ്ഘനമായി നിൽക്കാൻ പ്രപഞ്ചത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ബോധമില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. ബോധത്തിന് പ്രപഞ്ചത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഉണ്മയാണത്, സ്വയം ഉണ്മ, അറിവേ സ്വരൂപം. പക്ഷേ ബോധമില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. അതാണ് പറഞ്ഞത്, ചിത് ഏവ ആഭാതി അന്യത് ന അധഃ ചിദപരം ന ഹി. ഉറപ്പിച്ച് പഠിക്കണം. ചിത് ഏവ ആഭാതി, ബോധവസ്തു മാത്രമാണ് ഉണ്മയോടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത്. അന്യത് ന, മറ്റൊന്നും അങ്ങനെ സ്വയം പ്രകാശമാനമായി കാണുന്നില്ല. അധഃ ചിദപരം ന ഹി, അതുകൊണ്ട് ചിത്തല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ബോധം മാത്രമേ സത്യമായിട്ടുള്ളൂവെങ്കിൽ ജഡം നമുക്ക് അനുഭവവിഷയമാകുന്നുണ്ട്, അല്ലെ? പ്രപഞ്ചം നമുക്ക് എപ്പോഴും പ്രപഞ്ചം ജഡമാണെന്ന് പറയുന്നു, അത് നമുക്ക് അനുഭവവിഷയമാകുന്നുണ്ട്. ബോധം മാത്രമാണ് സത്യമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഉത്തരമാണ് ഈ പറയുന്നത് തത്കാല ദർശനം മാത്രമാണെന്നാണ് പറയുന്നത്. അതിനുത്തരം ജഡം യഥാർത്ഥ വസ്തുവല്ല. ഇവിടെ ബോധത്തിന്റെ പൂർണ്ണമായ അനുഭവം സ്വരൂപം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന വെറും കാഴ്ചകളാണ് ജഡം. ഈ കാണുന്ന കാഴ്ചകളിലെ കാണാത്ത പരമ്പൊരുളിനെ നമുക്ക് പൂർണ്ണമായി ദർശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ കാണുന്നതാണ് സത്യം നമ്മൾ കരുതാണ്. അതാണ് പ്രപഞ്ചം മിഥ്യ, ജഡം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് വെറുതെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് സംശയം വരാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ, ഓരോന്നായി അവയവം പിരിച്ചു മാറ്റി നോക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്ന നിജബോധമാത്രം എന്നൊക്കെ നമ്മൾ ഒത്തിരി ഉദാഹരണ സഹിതം ചിന്തനം ചെയ്തതാണ്. ഇവിടെ ഏത് ജഡവസ്തുവിനെ നമ്മൾ എടുത്തു നോക്കിയാലും അതിനെ, പ്രപഞ്ചത്തിലെ വസ്തുക്കളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും അതിനകത്ത് ചെന്ന് എത്തുന്നത് നമ്മളെ ബോധത്തിലാണ് എല്ലാം നിൽക്കുന്നത്. ബോധത്തെ അറിയാതെ പ്രപഞ്ചവസ്തുവിനെ മാത്രം അറിയുന്നവരോടാണ് പറയുന്നത് ഇത് ജഡമാണ് എന്ന് പറയുന്നത്. ജഡം സ്വയം നിലനിൽപ്പ് അനുഭവിക്കുന്നില്ല. ബോധം കൈവിട്ടാല് ജഡമില്ലാതാവും. അതായത് ബോധത്തിനോട് ചേർന്നേ ജഡത്തിന് ഉണ്മ സാധ്യമാകൂ. അത് അടിവരയിട്ട് പഠിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല. എപ്പോഴും പറയുന്ന ഒരു വാക്കാണത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്.
ഇനി ഈ ശ്ലോകത്തിലെ 3-ാമത്തെ വരിയിലൂടെ പറയുകയാണ്, യത് ച ന ആഭാതി തത് അസത്ത്. അതാണ് ഏറ്റവും എളുപ്പം. ഇതിൽ 3ഉം 4ഉം വരിയാണ്. യത് ച ന ആഭാതി, യാതൊന്നാണോ പ്രകാശിക്കാതിരിക്കുന്നത്. കണ്ട, യത് ച യാതൊന്നാണോ, ന ആഭാതി പ്രകാശിക്കാതിരിക്കുന്നത്, തത് അസത്ത് അതില്ലാത്തതാണ്. ഇത്രയേ ഉള്ളൂ. യത് ച ന ആഭാതി തത് അസത്ത്, എച്ച നാഭാതി തദസത്ത്. അതാണ്, യാതൊന്നാണോ സ്വയം പ്രകാശിക്കാതിരിക്കുന്നത് അത് ഇല്ലാത്തതാണ്. ഇനിയോ, യത് അസത്ത് തത് ഭാതീന. ഇനി യാതൊന്നാണോ ഇല്ലാത്തത് അത് പ്രകാശിക്കുന്നുമില്ല. അത് ഇങ്ങനെ ആദ്യം പറഞ്ഞ ഒന്ന് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ശങ്കയ്ക്ക് യാതൊരു കാര്യമില്ല കേട്ടോ. ഏതൊന്നാണോ സ്വയം പ്രകാശിക്കുന്നത് അത് ഇല്ലാത്തതാണ്. യത് എന്ന ആഭാതി തത് അസത്ത്, യത് അസത്ത് തത് എന്ന ഭാതി. യാതൊന്നാണോ ഇല്ലാത്തത്, അസത്തായിരിക്കുന്നത്, അത് പ്രകാശിക്കുന്നുമില്ല. അതാണ് എൻ്റെ അർത്ഥം. ഇനി നമ്മളിപ്പോ ബോധത്തിൽ ഇങ്ങനെ ഇല്ലാത്ത ജഡം ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ നമുക്ക് ആണല്ലോ നമ്മൾ അധ്യാരോപം എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞതാണ്. കയറിൽ സർപ്പവും മരക്കുറ്റിയിൽ പിശാചിനെയൊക്കെ കണ്ടത് അധ്യാരോപത്താലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ആരോപിച്ച് വെച്ച ഓരോന്നിനെയും നമ്മളിങ്ങനെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപവാദ ദർശനത്തിലൂടെ. ആ കണ്ട ഓരോന്നിനെയും ഉള്ളിലുള്ള സത്യം തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. ആ ഒരു ബോധം വേണം. ഈ ബോധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇവിടെ ബോധം മാത്രമേ സത്യമുള്ളൂ എന്നുള്ള ആ ബേസിക് നോളജ് വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം കേൾക്കാനായിട്ട്. പരമമായ പൊരുൾ സച്ചിദാനന്ദ സ്വരൂപമാണ്. ഇവിടെ സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെയും, അതായത് സച്ചിദാനന്ദത്തിലെ സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നിനെയും ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത് അസ്ഥി ഭാതി പ്രിയങ്ങളായിട്ടാണ്. അസ്ഥി ഭാതി പ്രിയം. അസ്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് സദ്ഘനം. അസ്ഥി ചേത് സദ്ഘനം, നാസ്തി ചേത് അസ്ഥി ചിത്ഘനം ഒക്കെ പഠിച്ചതാണ്. ഇവിടെ അസ്ഥി എന്ന് പറഞ്ഞാൽ സത്ത് സ്വന്തം ഉണ്മയായി അനുഭവപ്പെടുന്നതാണ്. സദ്ഘനമായി നിൽക്കുന്നതിനാണ് അസ്ഥി എന്ന് പറയുക. ഇനി ഭാതി എന്ന് പറഞ്ഞാലോ, ആ സത്ത് തന്നെ തൻ്റെ ബോധമായും അതിലെ നാനാതരം വ്യാപാരങ്ങളായും ഒക്കെ പ്രകാശിച്ച് നിൽക്കുന്നതിനെയാണ് ഭാതി എന്ന് പറയുക. സത്ത് തന്നെ പ്രകാശമാനമാകുന്നതിനെയാണ്, പ്രകടരൂപത്തിലൂടെ പ്രകാശമാനമാകുന്നതിനെയാണ് ഭാതി എന്ന് പറയുക. ഭാതി എന്ന വാക്കിന് തന്നെ പ്രകാശിക്കുക എന്നർത്ഥമാണ്. ഇനി അസ്ഥി ഭാതി പ്രിയം പറഞ്ഞു. പ്രിയം ഇത് ഈ പ്രപഞ്ചം ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്ന ക്രമമാണ് പറഞ്ഞത്. അസ്ഥി ഉണ്മ, പിന്നെ ഭാതി പ്രപഞ്ച വസ്തുക്കൾ അത് പ്രകടമാകുന്നു, പിന്നെ പ്രിയം എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെയാണ്. ജീവിതത്തിലെ പ്രിയ അപ്രിയങ്ങളായി ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ സച്ചിദാനന്ദത്തിലെ ആനന്ദം തന്നെ ജീവിതത്തിലെ പ്രിയ അപ്രിയങ്ങളായി ഉരുത്തിരിഞ്ഞു വരുന്നു. വിഷയങ്ങളെ ആശ്രയിക്കുകയാണ് നാം ഇവിടെ ഓരോ മനുഷ്യരും തിരയുന്നത് ആനന്ദമാണ്, സുഖമാണ്, ഒരു സംശയമില്ല അവിടെ. പക്ഷെ നമ്മൾ ആശ്രയിക്കുന്ന അത് ആനന്ദത്തെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പറയും. എന്നാലും നമ്മൾ പറയുകയാണ് ഈ സച്ചിദാനന്ദം വന്നതുകൊണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. ഇവിടെ വിഷയങ്ങളെ ആശ്രയിക്കുന്നത് നമ്മൾ ഓരോന്നിൻ്റെയും സാപേക്ഷികമായിട്ടാണ്. ആ സാപേക്ഷികമായിട്ട് നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് അത് നശ്വരമാണ്. ആ വിഷയാനന്ദം നശ്വരമാണ്. ഈ ആത്മാനന്ദത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ശാശ്വതമായ ആനന്ദം കിട്ടുന്നത്. ഒരു മീനിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ടാൽ അതിങ്ങനെ കിടന്ന് പെടയുന്നത് എന്തിനാണ്? അതിൻ്റെ സുഖം തേടിയാണ്. അതിൻ്റെ ജലം എന്ന അതിൻ്റെ ആ സുഖം തേടിയാണ്. അങ്ങനെ ഓരോരുത്തരും വെള്ളത്തിൽ നിന്ന് വിട്ടുപോയ ഒരു ജലകണിക എപ്പോഴും അതിൻ്റെ ഉണ്മ, അതിൻ്റെ ആനന്ദം അത് ആ സമുദ്രത്തിൽ തിരികെ എത്തിച്ചേരുമ്പോഴാണ്. അതുപോലെ നാം ഓരോരുത്തരും ഈ ആനന്ദം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദം വെച്ചുകൊണ്ട്, ഉള്ളിൽ വെച്ചുകൊണ്ട്. അതിനെ നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല. ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തെ തിരിച്ചറിയാനുള്ള ആ ഒരു വഴിയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ജീവിത ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് വലയുന്ന നമ്മളോട് ഗുരു അതിനുള്ള വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് നമ്മളോട് പറഞ്ഞു, ചിന്മാത്രമഖിലം നാണ്യതിഥി മായാവിദൂരകം നമ്മൾ പറഞ്ഞാണ്. ഈ പ്രപഞ്ചത്തിൽ സത്യമായിരിക്കുന്നത് മായാസ്പർശമില്ലാത്ത കേവലം ചിത്ത് മാത്രമാണ്, അറിവ് മാത്രമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ചിത്ത് ചൈതന്യമാണ്, സത്തിന്റെ സാരം തന്നെയാണത്. ചിത്ത് നിരുപാധികമായ ചൈതന്യം സ്വാഭാവികമായി ഒരു പ്രത്യേക അറിവിന്റെയോ അല്ലെങ്കിൽ അനുഭവത്തിന്റെയോ രൂപം കൊള്ളുമ്പോഴാണ് അതിനെ ആഭാസ ചൈതന്യം എന്നും വിളിക്കും. അതായത് സത്ത് ചൈതന്യം ഒരു ഉപാധിയോടുകൂടി അനുഭവപ്പെടുമ്പോഴാണ് അതിനെ ആഭാസ ചൈതന്യം എന്ന് പറയുന്നത്. അതായത് ചിത്ത് മായയ്ക്ക് വിധേയമാകുമ്പോഴാണ് ആഭാസ ചൈതന്യമായി മാറുന്നത്. മായയ്ക്ക് വിധേയമാകുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ച വസ്തുക്കളിലോട് പ്രകടഭാവം കൈക്കൊള്ളുന്ന പ്രപഞ്ച വസ്തുക്കൾ അതിനെ അനുഭവിക്കുമ്പോൾ എന്തെല്ലാം ഉണ്മ ഉള്ളതായി, അതായത് സത്തായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നോ അവയുടെ എല്ലാ ഉണ്മ ചിത്തിൻ്റെതാണ്. ഇവിടെയുള്ള ഉണ്മ ചിത്തിൻ്റെതാണ്. ചിത്ത സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും ഒക്കെ ഇങ്ങനെ ഭാസിച്ചുകൊണ്ട് നിൽക്കും. സ്ഥൂല രൂപത്തിൽ ഭാസിക്കുമ്പോൾ ഭൗതിക വസ്തുക്കളായും പ്രപഞ്ചത്തിലെ വസ്തുക്കളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മ രൂപത്തിൽ ഭാസിക്കുമ്പോൾ നമ്മുടെ ആന്തരിക വ്യാപാരങ്ങളായി ഒക്കെ സകലതുമായി പ്രകാശിക്കുന്നത് ഒരൊറ്റ ചിദ്വസ്തു തന്നെയാണ്. ചിത്ത പ്രകടഭാവം കൈക്കൊള്ളുമ്പോഴാണ് ഭാതി എന്ന് പറയുന്നത്. ഭാതി ആ പ്രകടഭാവത്തെയാണ് ഭാവം എന്ന് പറയുന്നത്. ഇതൊക്കെ ചൈതന്യത്തെ നമ്മൾ അറിയുന്നതിന്റെ വിവിധ ഒരു നാമങ്ങളാൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ചൈതന്യത്തെ അനുഭവിക്കുന്ന അറിയുന്നതിനെയാണ് ആ ഭാതി എന്ന് പറയുക, പ്രകാശമാനമായി നിൽക്കുന്നതിനെ. ഗുരു നമ്മോട് വീണ്ടും പറഞ്ഞു തരികയാണ്, യത് ചന്ന ആഭാതി തത് അസത്ത് എന്ന് പറയുമ്പോൾ യാതൊന്നും ഭാസിക്കുന്നില്ലയോ അത് അസത്താണ്, യാതൊന്ന് അസത്താണോ അത് ഭാസിക്കുന്നുമില്ല. അതായത് സത്തു മാത്രമേ ഭാസിക്കൂ, ഉണ്മയില്ലാത്തതിന് ഭാസിക്കാനാവില്ല. ഉറപ്പിച്ച് വീണ്ടും വീണ്ടും പറയാണ്. ഇല്ലാത്ത സ്വർണത്തിന് ആഭരണങ്ങളായി രൂപം പകരാൻ സാധ്യമേ അല്ല. പക്ഷെ ഉള്ള സ്വർണത്തിന് ഏതെങ്കിലുമൊക്കെ രൂപത്തോടു കൂടി അല്ലാതെ ഇരിക്കാനാവുകയുമില്ല എന്നുള്ളത് അറിയണം. അതുപോലെ സത്തില്ലാതെ ഭാവമില്ല, ഭാവമില്ലാതെ സത്തുമില്ല. ഭാവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സത്ത് അല്ലെങ്കിൽ ചിത്ത പ്രകടഭാവം കൈക്കൊള്ളുന്നതാണ് ഭാവം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ടല്ലോ, നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്തസ്ത്വനയോ തത്വദർശിഭിഹി. ഭഗവത്ഗീത പറയാണ്, അസത്തിന് ഭാവമില്ല, സത്തിന് ഭാവമില്ലായ്മയുമില്ല എന്നർത്ഥം, ഭാവമുണ്ട് എന്നർത്ഥം. രണ്ടിന്റെയും അന്തർരഹസ്യം സത്യദർശികൾ മാത്രം കാണുന്നു. ഈ സത്യത്തെ ദർശിച്ച ഗുരുവാണ് നമുക്കിങ്ങനെ ഈ ശ്ലോകത്തിലൂടെ ചിദേവന അന്യതാഭാതി ചിദപ്പരമതോനഖി എന്നൊക്കെ പറയുന്നത്. ഈ പരമമായ സത്യത്തെ ദർശിച്ചുകൊണ്ടാണ് ഗുരു നമ്മോട് പറഞ്ഞു തരുന്നത്. ഏതിനെയെങ്കിലും ആശ്രയിച്ചാണ് ഒരു വസ്തു പ്രകാശിക്കുന്നതെങ്കിൽ അത് ജഡമാണ്. നമ്മളിൽ തന്നെ ഒന്ന് നോക്കൂ, ശരീരം ഏതിന്റെ പ്രകാശം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? അത് ബോധത്തിന്റെയാണ്. ബോധത്തിന്റെ പ്രകാശത്താലും നമ്മളിങ്ങനെ ഓരോ വസ്തുക്കളെയും നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോന്നിന്റെയും കാരണം ബോധമാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്ന ബോധവസ്തു ഒന്നു മാത്രമാണ് ഇവിടെ ഉള്ളത്. എല്ലാറ്റിനെയും ഇവിടെ പ്രകാശിപ്പിക്കുന്ന വിളക്ക് ഏതെന്ന് നോക്കൂ, അത് ഞാൻ തന്നെയാണ്. അവനവന്റെ ഉള്ളിലുള്ള ബോധത്തിലാണത്. ബോധം സൂര്യചന്ദ്രന്മാർ തുടങ്ങിയ എല്ലാ വസ്തുക്കളെയും കാണുന്നത് അവനവന്റെ ബോധത്തിലാണ്. നമ്മുടെ ശരീരം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ എല്ലാം ഈ സത്യത്തെ മറച്ചിരിക്കുന്ന മറയാണ്. ഒരു നടൻ വേഷം കെട്ടുന്ന പോലെ വേഷം അഴിച്ചു മാറ്റുന്നതാണ് അപവാദം. ഓരോന്നോരോന്നായും അഴിച്ചു മാറ്റുന്നു. സ്വയം പ്രകാശിക്കുന്ന ബോധവസ്തു താൻ തന്നെയാണ്. പക്ഷേ നാം കുറേ നാളുകളായി, ജന്മങ്ങളായി നാം ഇങ്ങനെ സത്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. എത്രയോ ശരീരങ്ങളിലൂടെ നാം കടന്നുപോയിരിക്കും. അപ്പോഴൊന്നും നമുക്ക് ഈ സത്യം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല.
അതുകൊണ്ട് നാം വന്ന വഴി മറന്നേ പോയിരിക്കുന്നു. കാരണം കുറെ കാലമായല്ലോ ഈ സഞ്ചാരം തുടങ്ങിയിട്ട്, സത്യത്തെ മറന്നിട്ട്. ഇപ്പൊ ഏതോ ഒരു നിമിത്തം പോലെ, ഏതോ ഒരു സൗഭാഗ്യം പോലെ ഈ സത്യമൊക്കെ നമ്മളെ വിളിച്ചിരുത്തി കേൾപ്പിക്കുകയാണ് ഗുരു. സത്യത്തിൽ നിന്നും അകന്നുപോയ നമുക്ക് ഏതോ മുജ്ജന്മ സുഹൃതം ഈ മറവി മാറി നമ്മളെ സ്മരണയിലേക്ക് വരികയാണ്. മുണ്ടകോപനിഷത്തിലെ 2 കിളികള്, ആത്മാവാകുന്ന കിളി നിർവികാരമായിരിക്കുമ്പോൾ ജീവനാകുന്ന കിളി ആ ഒരു ആത്മവിഷത്തിലെ പഴങ്ങൾ, ആ ഒരു മരത്തിലെ പഴങ്ങൾ ഇങ്ങനെ കൊത്തിപ്പെറുക്കി താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ജീവനാകുന്ന കിളി ആത്മാവിൽ നിന്നിങ്ങനെ അകന്നകന്ന് പഴത്തിന്റെ മാധുര്യം നുകന്ന് കൊത്തിപ്പെറുക്കി കുറച്ചിങ്ങനെ അകന്നകന്ന് പോന്നു. ആത്മാവിൽ നിന്ന് അകന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ജന്മങ്ങളായി. അപ്പോൾ നമ്മൾ കൊത്തുമ്പോൾ, ഒരു മധുരമുള്ള പഴങ്ങൾ കൊത്തുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത പഴത്തിലേക്കായി പോക്ക്. ഏതെങ്കിലും ഒരു പഴം കൊത്തുമ്പോൾ നമുക്ക് പുളിപ്പ് തോന്നും, അല്ലാതെ ദുഃഖം. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മാവിൽ നിന്ന് നമ്മൾ ഏറെ അകന്നിരിക്കുന്നു. ആത്മാവ് ഇലകളും ചില്ലകളും ശാഖകളൊക്കെ ആയിട്ട് അതിങ്ങനെ മറഞ്ഞിരിക്കുന്നു. നമ്മൾ ദൂരെ പോന്നു കഴിഞ്ഞു. പിന്നെയും നമ്മളൊരു ചെറിയ മധുരമുള്ള പഴം കാണുമ്പോൾ തിരിഞ്ഞു നോക്കിയ നാം വീണ്ടും ആ അടുത്ത പഴം കൊത്തി പോരും. ദുഃഖം വരുമ്പോൾ വീണ്ടും നാം തിരിഞ്ഞു നോക്കും. അങ്ങനെ നാം സഞ്ചരിച്ചു പോന്നിരിക്കുന്നു ഏറെ. ഇനി മറവി മാറി വെളിച്ചത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കണം. താൻ ആ പരമചൈതന്യത്തിന്റെ ഒരു അംശമാണ് എന്ന ഒരിക്കലും മറന്നു പോകാതിരിക്കുക. ഭൂവാദിഭൂതമതിനാവാസമില്ല, വെറും ആഭാസമാമിതറിവിന്നാഭാവിശേഷം, ഇതിനാവാസമിങ്ങുലകിലാപാദിതം ഭവതിയാൽ. ജന്മി നവരത്ന മഞ്ജരിയിൽ 9-ാം ശ്ലോകത്തിൽ ഗുരു പറയുകയാണ്, ഭൂമി മുതലായ യാതൊരു ബാഹ്യ ദൃശ്യവും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. ഭൂവാദിഭൂതം അതിനാവാസമില്ല, വെറും ആഭാസമാം. ഇത് വെറും തോന്നലാണ്, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഇതറിവിന് അഭാവിശേഷം. ഇത് അറിവ് തന്നെയാണ്, പൂർണ്ണ സത്യം തന്നെയാണ്. പൂർണ്ണ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ഇവയ്ക്ക്, ഈ കാണുന്ന നാമരൂപങ്ങൾക്ക് സത്യത്വമില്ല. എന്തായാലും പ്രപഞ്ച വസ്തുക്കൾ, അതായത് നമ്മൾ ഈ പ്രപഞ്ചമായി കാണുന്ന ഈ ഭൗതിക വസ്തുക്കളിൽ ഒന്നും തന്നെ അത് ആ ചൈതന്യത്തെ കൂട്ടിക്കലർത്താതെ അതിനെ അറിയരുത് എന്നുള്ളതാണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. കണ്ണുകൊണ്ട് കണ്ടാലും ഈ പുറമേ കാണുന്ന വസ്തുക്കളെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. ഇവ എവിടെ നിന്നുണ്ടായി എന്നോ, എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങോട്ട് പോയി മറയുന്നു, ഇതിനെയൊക്കെ ഉണ്ടാക്കി നിലനിർത്തി മറച്ച് കാണിക്കുന്നത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആർക്കും നൽകാനാവില്ല. ഈ കാഴ്ചകൾ നമ്മെ പരമസത്യത്തിലേക്ക് അടുപ്പിക്കാൻ, അത് തിരയാൻ പ്രേരിപ്പിക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലെ 33-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞതുപോലെ, അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ മറിയും അവസ്ഥയിലേറി വട്ടം തിരിയുമലാദസമം തിരിഞ്ഞിടുന്നു എന്ന്. സത്യമന്വേഷിക്കാനായി ഒരു ജിജ്ഞാസുവിനെ പ്രേരിപ്പിച്ച് തന്റെ പൂർണ്ണരൂപം വെളിപ്പെടുത്തി കൊടുക്കാനായി അറിവ് തന്നെയാണ് ഭൂമി മുതലായ ദൃശ്യങ്ങളായി കാണിക്കുന്നത്. ആ ദൃശ്യങ്ങളെ ഉള്ളതാക്കി കാണിക്കുന്നത് അറിവ് തന്നെയാണ് എന്ന് പറയാണ്. എന്നിട്ടോ അലാദസമം, തീക്കൊള്ളിയാണ്. ഒരു തീക്കൊള്ളി ഇങ്ങനെ എടുത്ത് കറക്കുന്നതിനെയാണ് അലാദം എന്ന് പറയുക. അലാദസമം ചുഴലുന്ന ഒരു തീക്കൊള്ളി പോലെയാണ്. തീക്കൊള്ളി വട്ടം ചുഴറ്റുമ്പോൾ അതിൽ നിന്ന് രേഖാവലയം ഉണ്ടാകുന്നു. അതുപോലെയാണ് അറിവിൽ നിന്നും ബാഹ്യദൃശ്യങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്നത്. തീക്കൊള്ളിയെ അറിഞ്ഞാൽ അതിൽ നിന്ന് രേഖകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാകും. അതുപോലെ അറിവിനെ പൂർണ്ണമായി അറിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നും വേർപെട്ട് ഒരു ദൃശ്യവും ഉണ്ടായിട്ടില്ലെന്നറിയാനാവും. സത്യം പറഞ്ഞാൽ നാമൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്താണ്, പുറത്തല്ല. നാം സങ്കല്പകൽപ്പിതം ലോകം, അല്ലെ, സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ് ഓരോന്നും. ആനന്ദസ്വരൂപിയായ നാം നമ്മിലിരിക്കുന്ന ആനന്ദത്തെ അറിയുന്നില്ല.
നാനാവിധങ്ങളായ ദുഃഖങ്ങളിൽ നമ്മൾ ദുഃഖിച്ച് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ രമണ മഹർഷിയുടെ അടുത്ത് വന്ന് ഒരാൾ പറയാണ്, ദാ അവിടെ ഒരാൾ ദുഃഖിച്ച് കരയുന്നു എന്ന്. അപ്പോൾ കുറച്ച് ആത്മീയ ജ്ഞാനത്തിലേക്ക് ഉയർന്ന ഒരാൾ പറയാണ്, ഓ, ഗംഗയുടെ കരയിൽ ഇരുന്നു കൊണ്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ആത്മീയമായി ഉയർന്ന ഒരാൾ അത് കേട്ടിട്ട് പറയാണ്, ഗംഗയിൽ ഇറങ്ങിയിരുന്നു കൊണ്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നോ എന്ന്. അപ്പൊ രമണ മഹർഷി അത് കേട്ടിട്ട് പറയാ, ഗംഗയെ കരയുന്നു. ഗംഗ തന്നെ കരയുകയാണ്. ഗംഗയുടെ സ്വരൂപം തന്നെ ജലമാണ്. ആ ഗംഗ തന്നെ കരയുമ്പോഴോ നാമും അതുപോലെ തന്നെയാണ്, കരയുകയാണ്. ആനന്ദ സ്വരൂപയായിരുന്നു കൊണ്ട് നാം കരയുകയാണ് ദുഃഖങ്ങളെ ഓർത്ത്. കൊച്ചു കൊച്ചു സന്തോഷത്തിനായി നാം ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് പോകുന്നു. വിഷയസുഖങ്ങളിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നു, അല്ലെ? ഇനി ആ വിഷയസുഖങ്ങളുടെ സുഖവും ദുഃഖവും എല്ലാം താങ്ങാൻ മനസ്സിന് ത്രാണി ഉണ്ടാകണം. ഈ ഗുരുവാണികളെല്ലാം വിവേകമില്ലാത്ത സങ്കല്പങ്ങളാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അത് വിവേകജലം കൊണ്ട് നമ്മുടെ ചിത്തത്തെ സംസ്കരിക്കണം. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ആവർത്തിച്ച് മനസ്സിനെ സത്യം പഠിപ്പിക്കണം. മാ ഗുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം മായാമയമിതമഖിലം ബുദ്ധ്വ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. ധനമോ ബന്ധുബലമോ യൗവനമോ ഈ കാണുന്ന ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. ഹരതി നിമേഷാത് കാല സർവം. കാലത്തിന് ഒരു നിമിഷം മതി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ, ഈ സങ്കല്പിച്ച് വെച്ച് കൂട്ടിയിരിക്കുന്നതെല്ലാം. അതുകൊണ്ട് മായാമയമിതം അഖിലം ബുദ്ധ്വ, ഈ കാണുന്നത് മായാമയമാണ് എന്ന് കരുതിയിട്ട് നീ ബ്രഹ്മപദം എന്തെന്ന് മനസ്സിലാക്കി അതുമായി തന്മയീഭാവം കൈവരിക്കണം എന്ന് പറയുകയാണ്. ഇവിടെ 8ാം ശ്ലോകത്തിന്റെ സാരം, ബോധവസ്തു ഒന്നു മാത്രമാണ് ഉണ്മയോടെ പ്രകാശിച്ചു നിൽക്കുന്നത്, മറ്റൊന്നും അങ്ങനെ കാണുന്നില്ല. അതിനാൽ ബോധവസ്തുവിൽ നിന്നും അന്യമായി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 8ാം ശ്ലോകത്തിന്റെ വിചിന്തനം മഹാഗുരുവിന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.